ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവതകഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ സ്കന്ധത്തിലെ 38-ാമത്തെ കഥയായ യജ്ഞത്തിനിടയിൽ സതി യോഗാഗ്നിയിൽ. അതിൻ്റെ തുടർച്ചയാണ് പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പകുതി വെച്ചിട്ട് നിർത്തിയിരുന്നു. രുദ്രന് പങ്കു നൽകാത്ത യജ്ഞവും ദക്ഷൻ ചെയ്ത അവജ്ഞയും സതീദേവിയെ കോപത്തിലാഴ്ത്തി. സകല ലോകവും ദഹിപ്പിച്ചു കളയുമാറ് സതീദേവി ക്രൂദ്ധയായി ജ്വലിച്ചു. തൻ്റെ ഭൂതഗണങ്ങൾ ദക്ഷനിഗ്രഹത്തിന് പുറപ്പെട്ടപ്പോൾ സ്വതേജസ്സുകൊണ്ട് ദേവി അവരെ തടഞ്ഞു. അഹങ്കാരിയും ശിവവിരോധിയുമായ ദക്ഷനെ രോഷം കൊണ്ട് ഇടറുന്ന അവ്യക്തമായ വാക്കുകൾ കൊണ്ട് ദേവി നിന്ദിച്ചു. ലോകത്തിൽ മറ്റാരേക്കാളും ഉത്കൃഷ്ടനും സർവ്വജീവികളുടെയും ആത്മസ്വരൂപനും എല്ലാവരോടും ശത്രുമിത്ര ഭേദമില്ലാതെ പെരുമാറുന്നവനുമായ ശ്രീ പരമേശ്വരനോട് അങ്ങല്ലാതെ ആരെങ്കിലും വിരോധം കാണിക്കുമോ? അങ്ങേപ്പോലുള്ളവർ മറ്റുള്ളവരുടെ ഗുണങ്ങളെ ദോഷങ്ങളായി കാണുന്നു. ഗുണങ്ങൾ കാണുന്നില്ല. ചിലർ ഗുണങ്ങളിൽ ദോഷം കാണുന്നില്ല. മഹാന്മാർ ഗുണങ്ങളെ മാത്രം ഗ്രഹിക്കുന്നു, ദോഷങ്ങൾ ഗ്രഹിക്കുന്നില്ല. ജഡശരീരത്തെ ആത്മാവെന്നു കരുതി വാദിക്കുന്ന ദുർജനങ്ങൾ എപ്പോഴും മഹാത്മാക്കളെ നിന്ദിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. മഹാപുരുഷന്മാരുടെ പാദപാംശുക്കൾ കൊണ്ട് പ്രഭാവം നശിച്ച ദുർജനങ്ങൾക്ക് മഹാപുരുഷ നിന്ദ എന്നത് യുക്തം തന്നെയാകുന്നു. ശിവനാമം ഒരിക്കലെങ്കിലും ഉച്ചരിച്ചാൽ സർവ്വപാപങ്ങളും നശിക്കും. ആ ശിവനെ അങ്ങ് വെറുക്കുന്നത് കഷ്ടം തന്നെയാണ്. മകളുടെ വാക്കുകൾ കേട്ടതല്ലാതെ ആ പിതാവ് പ്രതികരിച്ചില്ല. ദേവി തുടർന്നു. ബ്രഹ്മാനന്ദം അനുഭവിക്കുവാൻ കൊതിക്കുന്ന മഹാത്മാക്കൾക്ക് സർവാഭീഷ്ടങ്ങളും വർഷിക്കുന്ന പരമബന്ധുവായ ഭഗവാനെ എന്തുകൊണ്ട് അങ്ങ് ദ്രോഹിക്കുന്നു? ശ്മശാനത്തിൽ തലയഴിച്ചിട്ടും അവിടെയുള്ള തലയോട്ടിയും എല്ലും ഭസ്മവും ധരിച്ച് പിശാചുക്കളോടൊപ്പം വസിക്കുന്ന ശിവനെ മംഗളകരനെന്നറിയാൻ എന്തുകൊണ്ട് അങ്ങേക്ക് കഴിയുന്നില്ല? ബ്രഹ്മാദികൾ അദ്ദേഹം ചവിട്ടിമെതിച്ച നിർമാല്യം ഭക്തിയോടെ ശിരസിൽ ചൂടുന്നത് അങ്ങ് കണ്ടിട്ടില്ലേ? ധർമ്മരക്ഷകനായ ഭഗവാൻ ദുർജനങ്ങളാൽ അധിക്ഷേപിക്കപ്പെടുമ്പോൾ അവരെ ശിക്ഷിക്കണം. അതിന് അശക്തനാണെങ്കിൽ അത് കേൾക്കാൻ നിൽക്കാതെ ചെവിയും പൊത്തി ദൂരെ പോകണം. ശിക്ഷിക്കാൻ ശക്തനാണെങ്കിൽ അവൻ്റെ നാക്ക് അറുത്തുകളയണം. രണ്ടിനും കഴിഞ്ഞില്ലെങ്കിൽ പ്രാണം ത്യജിക്കണം. മഹാദേവനെ നിന്ദിച്ച അങ്ങയിൽ നിന്നും ജനിച്ചവളാകയാൽ ഞാൻ ഈ അശുദ്ധ ശരീരം ഉപേക്ഷിക്കുന്നു. അശുദ്ധ ഭക്ഷണം അറിയാതെ കഴിച്ചുപോയാൽ ഛർദ്ദിച്ചു കളയുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. ലോകനന്മയ്ക്കു വേണ്ടി തൻ്റെ ഭർത്താവ് കാളകൂട വിഷം ഭക്ഷിച്ചത് സതീദേവി ഓർത്തു. ആത്മസ്വരൂപത്തിൽ രമിക്കുന്നവൻ വേദവാക്യങ്ങളെ അനുവർത്തിക്കുന്നില്ല. ദേവന്മാരുടെയും മനുഷ്യരുടെയും മാർഗങ്ങൾ വിഭിന്നമാണ്. അതുപോലെ പ്രവൃത്തിമാർഗനിഷ്ഠന്മാരുടെ വഴികളും ഭിന്നമാകുന്നു. സ്വധർമ്മം പാലിക്കുന്നവർ പരധർമ്മത്തെ അധിക്ഷേപിക്കരുത്. ശിവനോട് അപരാധം ചെയ്ത അങ്ങയുടെ ശരീരത്തിൽ നിന്നുമുണ്ടായ നിന്ദ്യമായ ഈ ദേഹം എനിക്ക് എന്തിന്? ഭഗവാനെ അപമാനിച്ചതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. മഹാന്മാരെ അപമാനിക്കുന്നവരിൽ നിന്നുള്ള നീചജന്മം നിന്ദ്യമാണ്. ഹേ ദക്ഷപുത്രി എന്ന് അങ്ങയുടെ ഗോത്രം ചൊല്ലിയുള്ള വിളി കേൾക്കുമ്പോൾ എൻ്റെ ചിരി മാഞ്ഞുപോകുന്നു, ദുഃഖം അലട്ടുന്നു. അതുകൊണ്ട് ശവതുല്യമായ ഈ നീചദേഹം ഞാൻ ഉപേക്ഷിക്കുവാൻ തന്നെ തീരുമാനിച്ചു. പ്രിയപുത്രി ദക്ഷനോട് തൻ്റെ തീരുമാനം ഉറപ്പിച്ചു പറഞ്ഞു. മകളുടെ ശബ്ദം കേട്ട് പിതാവ് ഒന്നും മിണ്ടിയില്ല. പീതാംബരവേഷമണിഞ്ഞ് ദേവിയെ മൗനിയായി ആചമിച്ച് വടക്കുമാറി കണ്ണുമടച്ച് ഭൂമിയിൽ യോഗനിഷ്ഠയിൽ ഇരുന്നു. ദേവി ആസനസ്ഥയായി പ്രാണായാമം ചെയ്ത് പ്രാണവായുവിനെ നിയന്ത്രിച്ചു. നാഭിയിൽ നിന്നും ഉദാനവായുവിനെ ഉയർത്തി ഹൃദയത്തിൽ സ്ഥാപിച്ചു. പിന്നീട് ഖണ്ഡത്തിലൂടെ പുറത്തേക്ക് നയിച്ച് ഭൂമിയിൽ ഉറപ്പിച്ചു. ശ്രേഷ്ഠനായ തൻ്റെ ഭർത്താവ് സ്നേഹപൂർവ്വം മടിയിൽ വെച്ച് ലാളിച്ച ആ പൂമേനിയെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിച്ച് വായുവിനെയും അഗ്നിയെയും ധ്യാനിച്ചുറപ്പിച്ചു. ജഗദ്ഗുരുവാണ് സ്വഭർത്താവ്. ഭഗവാനെ മനസ്സിൽ ചിന്തിച്ച് സതീദേവി മതിമറന്ന് ഭഗവാനിൽ ലയിച്ചു. മറ്റാരും മനസ്സിലില്ലായിരുന്നു. മറ്റൊരു വസ്തുവും കണ്ടതുമില്ല. ദേവിയുടെ ദിവ്യദേഹം യോഗാഗ്നിയിൽ ദഹിച്ചു. കഷ്ടം, മഹാത്ഭുതം! വിണ്ണിലും മണ്ണിലും കണ്ടുനിന്നവരെല്ലാം ബഹളം വെച്ച് പ്രതികരിച്ചു. ദക്ഷൻ്റെ നീചപ്രവൃത്തി മൂലം സതീദേവി പ്രാണനുപേക്ഷിച്ച വാർത്ത സർവത്ര പരന്നു. ദക്ഷ പ്രജാപതിയുടെ നീചപ്രവൃത്തിയിൽ ദുഃഖിതരായ സർവചരാചരങ്ങളും കണ്ണുനീർ വാർത്തു. ശിവദ്വേഷിയായ ദക്ഷപ്രജാപതി താൻ ചെയ്ത തെറ്റുമൂലം പ്രാണനൊടുക്കുവാൻ ഒരുമ്പെട്ട മകളെ തടഞ്ഞില്ല. അതിൽ മനം നൊന്ത് പാർഷദന്മാർ കുപിതരായി ദക്ഷനു നേരെ പടവാളുയർത്തി പുറപ്പെട്ടു. അവരെ കണ്ട് ഭൃഗുമഹർഷി ഓടിയെത്തി. യജ്ഞനാശകന്മാരെ നശിപ്പിക്കുവാനുള്ള യജസ്സുകൊണ്ട് മന്ത്രപുരസരം
ദക്ഷിണാഗ്നിയിൽ ഹോമം ചെയ്തു. ഭൃഗുമുനിയുടെ തപപ്രഭാവം കൊണ്ട് ദേവലോകം പ്രാപിച്ച ഭൃഗുക്കൾ എന്നുപേരുള്ള ആയിരക്കണക്കിന് ദേവന്മാർ ഹോമാഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടു. രുദ്രപാർഷദന്മാരും ഹോമകുണ്ഡത്തിൽ നിന്ന് പന്തമേന്തി പുറത്തു വരുന്നവരും തമ്മിൽ യുദ്ധം തുടങ്ങി. ഹൃബുക്കളുടെ പ്രഹരമേറ്റ് പാർഷദന്മാർ പല ദിക്കിലേക്കും പാഞ്ഞു തന്നു. ഹരികൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഹരേ കൃഷ്ണ.